സ്വന്തം ഭൂമിയിൽ സ്വന്തം കോളേജ് പ്രവർത്തിപ്പിക്കാൻ സർക്കാരിന് പാട്ടത്തിന് പണം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിന് കുത്തക പാട്ടപ്പണം നൽകുന്നത്. ഇത്തരത്തിൽ സർക്കാർ കയ്യേറിയത് 30 ഏക്കറിലധികം ഭൂമിയാണ്. ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭൂമിയിലും സർക്കാരിന്റെ കയ്യേറ്റം. പരിപാവനമായ പൂങ്കാവനത്തിൽ നിന്നും സർക്കാർ തട്ടിയെടുത്തത് 6.09 ഏക്കർ ഭൂമിയാണ്. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് ജനം എക്സ്ക്ലൂസീവ്. വിശദാംശങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ഭൂമി സർക്കാർ തട്ടിയെടുത്തിരിക്കുന്നു. ദേവസ്വത്തിൻ്റെ തന്നെ ഭൂമിക്ക് ദേവസ്വം ബോർഡ് തന്നെ സർക്കാരിന് പണം നൽകേണ്ട ഒരു സാഹചര്യം അല്ലേ? കെ പി അങ്ങനെയാണ് പറയേണ്ടത്. കാരണം വളരെ വിചിത്രമായിരിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകൾ എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത്. സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം BTR രേഖകൾ പ്രകാരം ദേവസ്വം ബോർഡിൻ്റേത് തന്നെ എന്നുള്ള ഉറപ്പുള്ള ഭൂമിയിലാണ് ഇപ്പോൾ സർക്കാരിന് ദേവസ്വം ബോർഡ് ഈ പാട്ടത്തുക നൽകുന്നത് എന്നുള്ളതാണ്. കോടികൾ ആണ് ഓരോ വർഷവും ഇത് സംബന്ധിച്ചുള്ള പാട്ടത്തുകയായി ദേവസ്വം ബോർഡ് സർക്കാരിന് നൽകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെ 2023 വർഷത്തിലാണ് ഇത് സംബന്ധിച്ചുള്ളൊരു പ്രശ്നം ആദ്യമായി പുറത്തു വരുന്നത്. പക്ഷേ അന്നും ഇതൊരു വാർത്താ പ്രാധാന്യം നേടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വാർത്തയാകുകയോ എന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. 2023 ഈ ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ അത് ഹൈവേ വികസനത്തിനായി വിട്ടു നൽകുന്ന സമയത്ത് ആ ഭൂമിക്ക് ലഭിച്ച നഷ്ടപരിഹാരം സർക്കാർ പിടിച്ചെടുക്കുകയും അതിന് പിന്നാലെ ദേവസ്വം ബോർഡുകൾക്ക് ലഭിക്കേണ്ട ഒരു 9 കോടി രൂപ സർക്കാർ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോഴാണ് അന്ന് സർക്കാർ പറഞ്ഞ ന്യായം എന്നുള്ളത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന് ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കുത്തകപ്പാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാട്ട കുടിശ്ശികയായി ദേവസ്വം ബോർഡ് നൽകാനുള്ള പണമാണ് ഈ രീതിയിൽ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് തന്നെയാണ് ദേവസ്വം ബോർഡ് സർക്കാരിന് ഈ രീതിയിൽ പാട്ടത്തുക നൽകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നുള്ളത്. റീസർവേ നമ്പർ 39/2 എന്ന് പറയുന്ന ഭൂമിയിലാണ് നിലവിൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഇരിക്കുന്നത്. ഈ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഇരിക്കുന്ന അതേ ഭൂമിക്ക് ദേവസ്വം ബോർഡിൻ്റെ സ്വന്തമായ ഭൂമിക്ക് BTR രേഖകളിൽ ദേവസ്വം ബോർഡ് കോളേജിന് വേണ്ടി അന്നത്തെ സെക്രട്ടറി ആയിട്ടുള്ള ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള, അതായത് ദേവസ്വം ബോർഡ് കോളേജിന് വേണ്ടി സെക്രട്ടറിയുടെ പേരിൽ ഉടമസ്ഥതയിലിരിക്കുന്ന ഒരു ഭൂമി, ആ ഭൂമി എന്ന് BTR രേഖകളിൽ വ്യക്തമാകുന്നു. അതേസമയം അതേ ഭൂമിക്ക് വേണ്ടി ഏതാണ്ട് ഈ ദേവസ്വം ബോർഡ് കോളേജ് പ്രവർത്തിക്കുന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1950കളുടെ അവസാനം തൊട്ട് ഈ രീതിയിൽ സർക്കാരിന് ദേവസ്വം ബോർഡ് ഈ പാട്ടത്തുക നൽകുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഏതാണ്ട് കോടികളാണ് ഈ രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിലേക്ക് നൽകിയത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റേതാക്കി മാറ്റി സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് വരുത്തി തീർക്കുകയും അതിനുശേഷം ആ ഭൂമിക്ക് തന്നെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പാട്ടത്തുക ഈടാക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള നിലപാടാണ്. അതായത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് എന്നുള്ളത് എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ആ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഇരിക്കുന്ന ഏതാണ്ട് 30 ഏക്കർ ഭൂമിയാണ് തങ്ങൾ പാട്ടത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി നൽകുന്നത്. അതേസമയം നമ്മൾ BTR രേഖകളുടെ വിവരാവകാശം എടുക്കുന്ന സമയത്തും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഇരിക്കുന്ന അതേ ഭൂമി സർക്കാർ ഈ രീതിയിൽ പാട്ടത്തിന് കൊടുത്തത് എന്ന് പറയുന്ന അതേ ഭൂമി ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ് ഉള്ളതും എന്നുള്ള കാര്യവും വ്യക്തമാകുന്നു. അങ്ങനെ ഒരേ സമയം സർക്കാർ തന്നെ 2 നിലപാട് സ്വീകരിക്കുന്നു. ഒരു വശത്ത് പറയുന്നു ദേവസ്വം ബോർഡിനാണ് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, മറ്റൊരു വശത്ത് പറയുന്നു ഈ ഭൂമി സർക്കാർ പാട്ടത്തിന് ദേവസ്വം ബോർഡിന് വിട്ടു നൽകിയതാണ് എന്നുള്ളത്. അങ്ങനെ വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടുകളിലൂടെ ദേവസ്വത്തിൻ്റെ ഭൂമി സർക്കാരിൻ്റേതാണെന്ന് വരുത്തി തീർക്കുന്നു. ദേവസ്വം ബോർഡ് ആകട്ടെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ച ദേവസ്വം ബോർഡ് ആയിക്കൊള്ളട്ടെ, അവർ ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ഭൂമിക്ക് സർക്കാരിന് കോടികൾ പാട്ടത്തുക നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് KP ഇതിൽ ഒരു വിരോധാഭാസം എന്ന് പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെയാണ് ഈ ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പൂങ്കാവനത്തിൽ നിന്നുള്ള 6 ഏക്കറിലധികം ഭൂമി അത് സംസ്ഥാന സർക്കാർ സ്വന്തം ഭൂമിയായി മാറ്റി എന്നുള്ള വിവരവും പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇനി ദേവസ്വം ബോർഡ് കോളേജ് ഇരിക്കുന്ന ഭൂമിയും സ്വന്തം ഭൂമിയാണെന്ന് സർക്കാർ വരുത്തി തീർക്കുന്നതും ആ വരുത്തി തീർക്കുന്ന ഭൂമിക്ക് തന്നെ ദേവസ്വം ബോർഡ് കാലങ്ങളായി
പാട്ടത്തുക നൽകുന്നതും ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്തും ഒരു ദേവസ്വം ബോർഡും തയ്യാറായിട്ടില്ല എന്ന് കൂടി പറയുമ്പോഴാണ് സർക്കാരിൻ്റെ ഭൂമിക്കൊള്ളയ്ക്ക് ദേവസ്വം ഭൂമിക്കൊള്ളയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജും അതോടൊപ്പം തന്നെ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഭൂമിയുമായി കൂടുതൽ വിവരങ്ങൾ ജനം TV പുറത്തുവിടും. 100 ഏക്കറിലധികം ഭൂമി ഈ രീതിയിൽ സർക്കാർ സ്വന്തം ഭൂമിയാണെന്ന് വരുത്തി തീർക്കുകയും അവിടെ സർക്കാരിൻ്റെ കെട്ടിടങ്ങളും പോലീസ് സ്റ്റേഷനും അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിനടക്കമുള്ള തെളിവുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. KP യെസ്, പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.